സുവോളജി സെറ്റ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ബൈൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ദി എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ഇൻ ദി അലിമെൻ്ററി കനാൽ. ബിലിറുബിൻ, ബിലിവേർഡിൻ, ബൈൽ സോൾട്ട്, LDL. നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിലെ ബൈൽ സോൾട്ട്സ് ആണ് ഫാറ്റിൻ്റെ എമൽസിഫിക്കേഷന് സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ബൈൽ സോൾട്ട്സ്. നെക്സ്റ്റ് വൺ, ദി പോയിൻ്റ് അറ്റ് ദി ഇൻഫീരിയർ പോർഷൻ ഓഫ് ദി ട്രക്കിയ where it branches to form the right and left primary bronchus is named carina, tracheolus, hilus, bolus. ട്രക്കിയ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കസായി ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് കരീന. ആൻസർ എ. നെക്സ്റ്റ് വൺ, മിഡിൽ തിൻ ലെയർ ഓഫ് ദി ഹ്യൂമൻ ഐ ഈസ് കോൾഡ് സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന, ഓറാസെറേറ്റ. നമ്മുടെ ഐബോളിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് സ്ക്ലീറ. അതുപോലെ ഇന്നർമോസ്റ്റ് ലെയറാണ് റെറ്റിന എന്നറിയപ്പെടുന്നത്. മിഡിൽ തിൻ ലെയറാണ് കോറോയിഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. നെക്സ്റ്റ് വൺ, വിച്ച് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആർ ഗിവൺ അറ്റ് ദി ഓൺസെറ്റ് ഓഫ് ചൈൽഡ് ബർത്ത് ടു ഇൻക്രീസ് ദി കൺട്രാക്ഷൻസ് ഓഫ് ദി യൂട്രസ്? ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ, FSH, പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ. യൂട്രസ് മസിൽസിൻ്റെ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുകൊണ്ട് തന്നെ ചൈൽഡ് ബർത്തിൻ്റെ മുന്നോടിയായി കൊടുക്കുന്ന ഇഞ്ചക്ഷനിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ആയിരിക്കും. ആൻസർ എ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഫേസസ് ഓഫ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? ഫ്ലൂയിഡ് ഫേസ്, സെല്ലുലാർ ഫേസ്, ഹീലിംഗ് ഫേസ്, ഓൾ ഓഫ് ദി എബവ്. ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഫ്ലൂയിഡ് ഫേസ്, അതുപോലെ സെല്ലുലാർ ഫേസ്, ഹീലിംഗ് ഫേസ് തുടങ്ങിയവയെല്ലാം ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് വൺ, ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഗാമറ്റോജെനിസിസ് ഇൻക്ലൂഡ്സ് പ്രോളിഫറേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ഗാമറ്റോജെനിസിസ് എന്ന പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ആൻസർ സി, മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ബ്ലാസ്റ്റുല ഈസ് സീൻ ഇൻ ഇൻസെക്ട്സ്? സീലോബ്ലാസ്റ്റുല, സ്റ്റീരിയോബ്ലാസ്റ്റുല, ഡിസ്കോബ്ലാസ്റ്റുല, പെരിബ്ലാസ്റ്റുല. സാധാരണയായി ഇൻസെക്ട്സിൽ കാണപ്പെടുന്ന ബ്ലാസ്റ്റുലയാണ് പെരിബ്ലാസ്റ്റുല എന്നറിയപ്പെടുന്നത്. പെരിബ്ലാസ്റ്റുല ഈസ് ദി ബ്ലാസ്റ്റുല ഓഫ് എ സെൻട്രോലെസിത്തൽ എഗ് which is formed by superficial segmentation. ഇൻസെക്റ്റുകളിൽ കാണപ്പെടുന്ന ഇത്തരം പെരിബ്ലാസ്റ്റുലയിൽ സെൻട്രലി പ്ലേസ്ഡ് യോക്കിന് ചുറ്റും എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഒരു സിംഗിൾ ലെയറായിരിക്കും കാണപ്പെടുന്നത്. ഇത്തരം ബ്ലാസ്റ്റുലയിൽ ബ്ലാസ്റ്റോസിൽ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഡി ആണ്, പെരിബ്ലാസ്റ്റുല. നെക്സ്റ്റ് വൺ, റെസ്റ്റിറ്റ്യൂഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് മിയോട്ടിക് ടെലിടോക്കി, അറിനോടോക്കി, ഓട്ടോ ഫെർട്ടിലൈസേഷൻ, എമിയോട്ടിക് ടെലിടോക്കി. ആദ്യം നമുക്ക് ഡിപ്ലോയിഡ് പാർത്തനോജെനിസിസ് അല്ലെങ്കിൽ ടെലിടോക്കി എന്താണെന്ന് നോക്കാം. ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിപ്ലോയിഡ് എഗ് ഇൻ ടു ആൻ എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് ഡിപ്ലോയിഡ് പാർത്തനോജെനിസിസ്. ഇത്തരത്തിലുള്ള ഡിപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് പ്രധാനമായും രണ്ട് രീതികളിലൂടെയാണ്. ഒന്നുകിൽ റിഡക്ഷൻ ഡിവിഷൻ ഒമിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് എഗ്ഗും പോളാർ ബോഡിയും തമ്മിൽ ഫ്യൂസ് ചെയ്തുമാണ് ഇത്തരത്തിലുള്ള ഡിപ്ലോയിഡ് കണ്ടീഷൻ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിടോക്കിയെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, എമിയോട്ടിക് ടെലിടോക്കി ആൻഡ് മിയോട്ടിക് ടെലിടോക്കി. ആദ്യം നമുക്ക് എമിയോട്ടിക് ടെലിടോക്കി എന്താണെന്ന് നോക്കാം. എമിയോട്ടിക് ടെലിടോക്കിയിൽ മിയോസിസ് സപ്രസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സിമ്പിൾ മൈറ്റോസിസ്. ആസ് എ റിസൾട്ട് എഗ് ഈസ് ഡിപ്ലോയിഡ്.
ഇത് സാധാരണയായിട്ട് ക്രസ്റ്റേഷ്യൻസിലും ഇൻസെക്ട്സിലൊക്കെയാണ് കാണപ്പെടുന്നത്. ദെൻ മിയോട്ടിക് തെലിടോക്കി. ഇൻ മിയോട്ടിക് തെലിടോക്കി, മിയോസിസ് ഒക്കേഴ്സ് ഡ്യൂറിങ് oogenesis ആൻഡ് ദി ഹാപ്ലോയിഡ് എഗ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇതിനകത്ത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഫോം ചെയ്യുന്നത് ക്രോമസോംസിൻ്റെ ഡബ്ലിംഗ് വഴിയാണ്. ദ ഡബ്ലിംഗ് ഓഫ് ദി ക്രോമസോം ഈസ് കോൾഡ് ഡിപ്ലോസിസ്. ഈ ഡിപ്ലോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ റെസ്റ്റിറ്റ്യൂഷൻ വഴിയും അല്ലെങ്കിൽ ഓട്ടോ ഫെർട്ടിലൈസേഷൻ വഴിയും. റെസ്റ്റിറ്റ്യൂഷൻ. ഇൻ ദിസ് പ്രോസസ് ദി ഫസ്റ്റ് മെച്ചുറേഷൻ ഡിവിഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. അതോടുകൂടി ക്രോമസോംസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. പക്ഷേ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. നൗ ദി സെൽ കണ്ടെയ്ൻസ് ക്രോമസോംസ് ഇൻ ക്വാഡ്രാ ഡ്യൂപ്ലിക്കേറ്റ്. അതോടുകൂടി ക്രോമസോംസ് 4ആയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് മെച്ചുറേഷൻ ഡിവിഷൻ നോർമലായി നടക്കുന്നു. അതോടുകൂടി 2 ഡിപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നു. വൺ സെൽ ഈസ് സ്മോളർ ആൻഡ് ഈസ് കോൾഡ് പോളാർ ബോഡി ആൻഡ് ദി അതർ സെൽ ഈസ് ലാർജ് ആൻഡ് ഇറ്റ് ഡെവലപ്സ് ഇൻ ടു ദി എഗ്. ദി ഡിപ്ലോയിഡ് എഗ് ഡെവലപ്സ് ഇൻ ടു ദി എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എക്സാമ്പിൾ ലെപ്പിഡോപ്റ്റീറൻ ഇൻസെക്ട്സ്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, മിയോട്ടിക് തെലിടോക്കി. നെക്സ്റ്റ് വൺ, അസേഷൻ. Amniocentesis is not performed before the 15th week of gestation. Reason: before this stage, the amount of amniotic fluid is insufficient to permit safe extraction for culturing. ഇതിനകത്ത് അസേഷനും റീസണും കറക്റ്റാണ്. അതുപോലെ തന്നെ അസേഷൻ്റെ റീസണും കറക്റ്റാണ്. അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി റീസൺ ഫോർ എ. നെക്സ്റ്റ് വൺ, ദി ടൈപ്പ് ഓഫ് പ്ലാസൻഡ ഇൻ ഹ്യൂമൻസ്: മോണോഡിസ്കോയിഡൽ, കോട്ടിലിഡ്നാർ, ഡിഫ്യൂസ്, ബൈഡിസ്കോയിഡൽ. മോണോഡിസ്കോയിഡൽ ടൈപ്പ് പ്ലാസൻ്റെയാണ് ഹ്യൂമൻ ബീയിങ്സിൽ കാണപ്പെടുന്നത്. എന്താണ് ഡിസ്കോയിഡ് ടൈപ്പ് പ്ലാസൻ്റ എന്ന് നോക്കാം. എ സിംഗിൾ പ്ലാസൻ്റ ഈസ് ഫോംഡ് ആൻഡ് ഈസ് ഡിസ്കോയിഡ് ഇൻ ഷേപ്പ്, സീൻ ഇൻ പ്രൈമേറ്റ്സ് ആൻഡ് റോഡൻസ്. ആൻസർ എ ആണ്, മോണോഡിസ്കോയിഡൽ. നെക്സ്റ്റ് വൺ, ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് റിസൾട്ട്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ, പൈറുവേറ്റ്, അസറ്റൈൽ കോയെ. ഫാറ്റി ആസിഡ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബീറ്റ ഓക്സിഡേഷൻ എന്നറിയപ്പെടുന്നത്. ബീറ്റ ഓക്സിഡേഷനിൽ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അസൈൽ കോയെ ചെയിൻസാക്കി മാറ്റുകയും അത് പിന്നീട് സ്മോളർ ഫാറ്റി അസൈൽ കോയെ ചെയിൻസായി മാറുകയും ചെയ്യുന്നു. ഈ ബീറ്റ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഔട്ട്പുട്ടാണ് അസറ്റൈൽ കോഎൻസൈം എ, FADH2, NADH തുടങ്ങിയവ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, അസറ്റൈൽ കോഎൻസൈം എ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദി ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഓഫ് കാൽവിൻ സൈക്കിൾ? ഗ്ലിസറാൽഡിഹൈഡ്, ഓക്സാലോഅസറ്റിക് ആസിഡ്, 3-phosphoglyceraldehyde, 1-phosphor-3 ഗ്ലിസറാൽഡിഹൈഡ്. കാൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് വിസിബിൾ പ്രൊഡക്റ്റാണ് 3-phosphoglyceraldehyde. ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, 3-phosphoglyceraldehyde. നെക്സ്റ്റ് വൺ, അറ്റ് വിച്ച് പാർട്ട് ഓഫ് ദി മൈറ്റോകോൺട്രിയ ഫാറ്റി ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടു കോഎൻസൈം എ ബിഫോർ ദേ ആർ ഓക്സിഡൈസ്ഡ്? ഇന്നർ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ, ക്രിസ്റ്റേ, മാട്രിക്സ്. ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് ഓക്സിഡൈസ് ചെയ്യുന്നതിന് മുൻപായി കോഎൻസൈം എയുമായി ലിങ്ക് ചെയ്യപ്പെടുന്നത് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിനിൽ വെച്ചാണ്. ആൻസർ ബി ആണ്, ഔട്ടർ മെംബ്രെയിൻ. നെക്സ്റ്റ് വൺ, ദ സിന്തസിസ് ഓഫ് ഇനോസിനിക് ആസിഡ് ബിഗിൻസ് വിത്ത് 5-phosphoribosyl phosphate, D-ribose 5-phosphate, glycinamide ribotide, 2-amino-N-ribosyl acetamide. ഇനോസിനിക് ആസിഡ് അല്ലെങ്കിൽ ഇനോസിൻ മോണോഫോസ്ഫേറ്റ്
AMP അതുപോലെ GMP എന്നിവയുടെ പ്രീകർസറായി ആക്ട് ചെയ്യുന്നൊരു മോളിക്യൂളാണ്. ഈ പാത്വേയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ PRPP അല്ലെങ്കിൽ ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് സിന്തസൈസ് ഫ്രം റൈബോസ് 5-ഫോസ്ഫേറ്റ് ആൻഡ് ATP by ribose 5-phosphate പൈറോഫോസ്ഫോകൈനേസ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ്, ഡി റൈബോസ് 5-ഫോസ്ഫേറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.